നല്ല കുറച്ച് മല്ലിയില കിട്ടി. ഇതിന് സിലാൻഡ്രോ എന്നും കൊറിയാണ്ടർ ലീഫ് എന്നൊക്കെ പറയും. ഇത് നല്ല ഫ്രഷാണ്. ഇത് സ്റ്റോറിൽ നിന്നും വാങ്ങിയതാണ്. നല്ല ഫ്രഷ് ആയതുകൊണ്ട് 2 ബഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെയും എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊക്കെ ഞാനൊന്ന് കാണിക്കാം. ഞാൻ ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. ഇത് ഫ്രഷായിട്ട് അധികം ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കത്തില്ല. ഒരു 2 വീക്സ് ഒക്കെ ഇരിക്കും. അത് കഴിയുമ്പം ഇത് കേടാകാൻ തുടങ്ങും. അതുകൊണ്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ബാക്കി അരിഞ്ഞ് ഫ്രീസറിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതിൻ്റെ കേടുള്ളതൊക്കെ മാറ്റി കളഞ്ഞിട്ട് നല്ലതുപോലെ വാഷ് ചെയ്യണം. 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ വാഷ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കുന്നു. അതിനുശേഷമാണ് കഴുകുന്നത്. തണുത്ത വെള്ളത്തിൽ ½ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നു. ½ ടീസ്പൂൺ സോൾട്ടും ചേർത്ത് മിക്സ് ചെയ്യുക. മല്ലിയിലയിലുള്ള റബ്ബർ ബാൻഡ് ഇങ്ങനെ അഴിച്ചു നീക്കിയതിന് ശേഷം ഇതിലെന്തെങ്കിലും കേടുള്ള പാർട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ പറക്കി കളയേണ്ടതാണ്. ഇതുപോലെ ബ്രൗൺ ലീഫൊക്കെ കാണും, അതൊക്കെ എടുത്ത് കളയണം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടൊരു 2-3 മിനിറ്റ്സ് വയ്ക്കുക. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ കഴുകുക. വെള്ളത്തിൽ നിന്ന് വാരി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു സ്ട്രെയിനറിലേക്ക് വെക്കുക. വെള്ളം നല്ലതുപോലെ വാർന്നു കഴിയുമ്പോൾ മല്ലിയില ഒരു നല്ല ക്ലീൻ ടവലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ച് കഴിയുന്നിടത്തോളം വെള്ളം ഇങ്ങനെ നീക്കി കളയുക. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് പുറത്ത് വയ്ക്കുക. ക്ലീൻ ചെയ്ത മല്ലിയിലയിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി ഒരു കണ്ടെയ്നറിനകത്ത് വയ്ക്കുന്നു. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണ്. എപ്പോഴെങ്കിലും ഒക്കെ എടുക്കാം, തീരുവോളം എടുക്കാം. അധികം ദിവസം ഇരിക്കാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചെടുത്ത് കണ്ടെയ്നറിനകത്ത് വെച്ചത്. അത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ അരിയുന്നു. ഇതിൻ്റെ തണ്ടുവശം കളയുന്നില്ല, അതോടെ ചേർത്താണ് അരിയുന്നത്. ഈ വിധത്തിൽ ഇത് നുറുക്കിയെടുക്കുക. അധികം ചെറുതായി പോകണമെന്നൊന്നുമില്ല. ഈ വിധത്തിലാണ് ഇത് നുറുക്കി വെച്ചിരിക്കുന്നത്. ഈ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഒരു പേപ്പർ ടവൽ ഇട്ടിട്ടുണ്ട്. അതിലാണ് ഞാൻ ഈ നുറുക്കിയത് വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലും ഒരു പേപ്പർ ടവൽ ഇങ്ങനെ വെച്ച് കവർ ചെയ്യണം. ലേബൽ ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.